നമ്മളിത് നമ്മുടെ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോവാണ്. വെള്ളം അത്യാവശ്യം മോശമായിട്ടുണ്ടായിരുന്നു. അപ്പം വെള്ളമെല്ലാം വറ്റിച്ച് മീനെല്ലാം പിടിച്ച് മാറ്റിയിട്ട് ക്ലീൻ ചെയ്ത് തിരിച്ചിടാനുള്ള പ്ലാനാണ്. വെള്ളമൊക്കെ ഏകദേശം വറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം മീനൊക്കെ ഏകദേശം കാണാം. ഇതിനകത്ത് നമ്മൾ അസമാള, തിലാപ്പിയ, റെഡ് തിലാപ്പിയ, മുഷി, ഇതാണ്ട് മുഷി പോലെ കാണാം. മുഷി അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഈ നെറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പിടിക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനെ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളതിനെ പിടിക്കാം. കണ്ടോ, ഈ സൈസുള്ള തിലാപ്പിയൊക്കെ നമുക്കുണ്ട്. പക്ഷെ കൂടുതലും അതിൽ ചെറുതാണുള്ളത്. അതിൻ്റെ ഈ കാണുന്ന ആ ഒരു ടൈപ്പാണ് കൂടുതലായിട്ടും അതിനകത്തുള്ളത്. ഈ ഒരു സൈസ് വരുന്ന മീനുകളാണ് കൂടുതലും ഉള്ളത്. നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്നതിന് മുന്നേ അടിയിലൊരു വരി മണ്ണിട്ടിട്ടാണ് വെള്ളം നിറയ്ക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അമോണിയ ഒന്നും ഉണ്ടാകാതെ ഹെൽപ്പ് ചെയ്യും. ഇട്ടേക്കുന്ന മണ്ണാണിപ്പോൾ കള്ളയായിട്ട് ഇങ്ങനെ അടി കിടക്കുന്നത്. അതെല്ലാം നമ്മൾ വെള്ളം വറ്റിച്ച് ഇങ്ങനെയെല്ലാം പിടിച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്യും. ഇങ്ങനെ നിങ്ങൾ മീൻകുളത്തിനകത്ത് മണ്ണിടുകയാണെങ്കിൽ അതൊരു 8-9 മാസത്തോളം നന്നായിട്ട് നിൽക്കും. വെള്ളമൊന്നും അഴുക്കാകാതെ കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. ഇതിപ്പോൾ മണ്ണിട്ടേച്ച് ഏകദേശം 1 വർഷത്തോളമായി. അപ്പം ആ മണ്ണ് തന്നെ കിടന്ന വെള്ളവും മണ്ണും എല്ലാം അഴുക്കായി. അതുകൊണ്ടാണ് നമ്മളിത് പറ്റിച്ച് മണ്ണ് മാറ്റി വേറെ മണ്ണിട്ട് വീണ്ടും വെള്ളം ഫില്ല് ചെയ്യാനുള്ള പ്ലാനാണ്. നമ്മുടെ വാളയൊക്കെ തന്നെ ഏകദേശം ഈ സൈസ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 300 ഗ്രാം ആ ഒരു റേഞ്ചൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇവരൊക്കെ ഇനിയും വളരുന്ന ടൈപ്പാണ്. കുറേ കൂടെ 1 കിലോ സൈസെങ്കിലും മിനിമം വരണം. അതുകൊണ്ട് തന്നെ നമ്മളതിനെ തിരിച്ചു വിടാനുള്ള പ്ലാന്. വാളയെന്ന് പറഞ്ഞാൽ അതിൻ്റെ 2 സൈഡിലും നല്ല ഷാർപ്പായ കൊമ്പുള്ളതാണ്. അപ്പം ഈ ഒരു രീതി പിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തൊന്നും കിട്ടാതെ അതിനെ സേഫായിട്ട് മാറ്റാം. അതുപോലെ ഈ വാളയെ നമ്മൾ വലയ്ക്കകത്ത് കോരുന്നില്ല കേട്ടോ. വലയ്ക്കകത്ത് കോരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൊമ്പ് അതിൻ്റെ വലയിൽ ഉടക്കിയിട്ട് അതിന് പരിക്ക് കൂടുതൽ പറ്റും. അതുകൊണ്ട് നമ്മൾ ഓരോന്നിനെയായിട്ട് കൈവച്ച് പിടിച്ച് വെള്ളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ വാളയുടെ കൂട്ടത്തിൽ വേറെ വല്ല മീനെയും അല്ലെങ്കിൽ വാളയെ തന്നെ പിടിച്ചാലും ഒന്നിലധികം വാളയെ ഒന്നിച്ച് കോരിയാലും ഒന്നിൻ്റെ കൊമ്പ് മറ്റേതിൻ്റെ ദേഹത്ത് കൊണ്ട് കയറിയിട്ട് നല്ല രീതിയിൽ മുറിവുണ്ടാവുകയും അത് ഇൻഫെക്ഷൻ ആവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിനെ സെപ്പറേറ്റായിട്ട് ഓരോന്നോരോന്നായിട്ട് പിടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പിടിക്കുമ്പോൾ ചെറുതിന് പറ്റത്തില്ല. ഈ വാളെന്ന് പറഞ്ഞാൽ മറ്റു മീനെ അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് പിടയ്ക്കുന്ന ഒരു മീനാണ്. നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിലിരുന്ന് പിടയ്ക്കുന്ന മീനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സേഫായിട്ട് പിടിച്ചാലും അതിൻ്റെ കൊമ്പിൻ്റെ അരമൊക്കെ നമ്മുടെ കയ്യൊക്കെ ഉള്ളൂ. നല്ലപോലെ എൻ്റെ കയ്യൊക്കെ ഉള്ളുന്നുണ്ട് ഇപ്പോൾ. എടാ അതിനെ ഇങ്ങോട്ട് ഓടിയിട്ടാ.
പിടിക്കാതെ. ഇങ്ങനെ പിടിച്ചാലേ കുത്താതിരിക്കും. അയ്യോ വലിയ അതിനെ പിടിക്കണം. സിലോപ്പി മറ്റേ റെഡ് സിലോപ്പി ഞാൻ പിടിച്ചില്ല. നമുക്ക് ഇതിനകത്ത് കുറച്ച് റെഡ് തിലാപ്പിയും കൂടെ ഉണ്ട്. ഞാനിതിനെ പിടിച്ച് കാണിക്കാം. അത് പക്ഷേ ചെറുതാണ്, ഇത് വളർന്നു വരുന്നേ ഉള്ളൂ. ഈ സൈസുള്ള റെഡ് തിലാപ്പികളാണ് കൂടുതലും ഉള്ളത്. ഒരു 12 റെഡ് തിലാപ്പിയാണുള്ളത്. ഇതാണ് കൂട്ടത്തിലെ ഏറ്റവും സൈസുള്ള റെഡ് തിലാപ്പിയെ. അങ്ങനെ നമ്മൾ ടാങ്കിലെ വെള്ളമെല്ലാം ഏകദേശം വറ്റിച്ചിട്ടുണ്ട്. ഈ കാണുന്ന കമ്പും കല്ലും ഒക്കെ എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് ഹൈഡിങ് സ്പേസ് ആയിട്ട് വെച്ച് കൊടുത്താണ്. 2 വലിയ തടിയും കുറച്ച് കല്ലും എല്ലാം കൂട്ടിയിട്ട് ഹൈഡിങ് സ്പേസ് കൊടുത്തു. അടിയിലെല്ലാം നല്ലപോലെ മണ്ണ് കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ഒരു സൈഡിലോട്ട് എല്ലാവരും ബാക്കിയുള്ളവരെല്ലാം വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ മുഷി ഇതാണ്. ഈ ഒരു സൈസാണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും ഒരു 4 മുഷിയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഒരു 7 മുഷി കൊണ്ടിട്ടാണ്. ബാക്കിയൊക്കെ ചാടിപ്പോയി. ഇപ്പം 4 ഉള്ളൂ. നെറ്റിട്ടിരുന്നതാണ്, പക്ഷേ നെറ്റിൻ്റെ ഇടയിൽ കൂടെ അവർ ചാടിപ്പോയി. നല്ലപോലെ ചാടുന്ന ടീംസാണ് അവർ. ഈ മുഷിയെ ഞാൻ വാളയെ പിടിക്കുന്ന പോലെ തന്നെ മുള്ളൊന്നും കൊള്ളാത്ത രീതിയിലാണ് പിടിച്ചേക്കുന്നത്. പക്ഷേ ഇവർക്ക് അത്ര ഷാർപ്പ് മുള്ളല്ല, അത് കൊണ്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടിച്ചതേ ഉള്ളൂ. ഇവരുടെ ബോഡിയിൽ നിന്നൊക്കെ ഭയങ്കര വഴുവഴുപ്പുള്ള, അപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഗ്രിപ്പ് ഇട്ട് പിടിച്ചാലേ പറ്റൂ. വേണ്ട ഇങ്ങനെ അങ്ങനെ എല്ലാ മീനെയും പിടിച്ച് ചെരുവത്തിലോട്ടാക്കിയിട്ടുണ്ട്. മുകളിൽ കാണുന്ന എല്ലാം തിലാപ്പിയും, അടിയിൽ വാളയും കിടപ്പുണ്ട്. വാളയും മുഷിയെല്ലാം അടി കിടപ്പുണ്ട്. നമുക്ക് ദണ്ട് ഇത്ര റെഡ് തിലാപ്പിയാണുള്ളത്. ഏകദേശം 12 തിലാപ്പിയുണ്ട്. നല്ല കളറുള്ള തിലാപ്പികളാണ്. അങ്ങനെ ടാങ്കിലെ വെള്ളമെല്ലാം മാറ്റി മണ്ണെല്ലാം ഏകദേശം കോരിക്കളഞ്ഞു. ഇനി ഇതിനകത്ത് വെള്ളം അടിച്ചിട്ട് ഈ ചള്ള ഉള്ളത് അതുകൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെറ്റാണ്. അപ്പോൾ ഇതിനകത്തെ ചള്ളയും എല്ലാം അടിച്ച് വൃത്തിയാക്കി നമ്മൾ ഈ 2 ഭാഗത്ത് കട്ട വെച്ചിട്ട് അതിനകത്ത് മാത്രമേ മണ്ണിടുന്നുള്ളൂ. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. മൊത്തം നേരത്തെ ഇട്ടിരുന്നു. ഇപ്പം ഈ 2 സൈഡിലായിട്ട് കുറച്ചേ ഇടുന്നുള്ളൂ. ഇതിനകം വൃത്തിയാക്കാൻ പറ്റുമോ, അതെങ്ങനെയാവും എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടിങ്ങനെ നമ്മൾ കല്ലെല്ലാം കൂട്ടിയിട്ട് ഒരു ഹൈഡിങ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വലിയ 2 തടിക്കഷ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം നിറച്ച് കൊടുക്കുകയാണ്. വെള്ളം നിറച്ചിട്ട് പിന്നെ മീനെ ഇടാം. ഇപ്പോൾ മൊത്തം നിറയ്ക്കുന്നില്ല, കുറച്ച് വെള്ളം നിറച്ചിട്ട് പിന്നെ മീനെ ഇട്ടിട്ട് പിന്നെ ഗ്രാജുവലി നമുക്ക് അതിനകത്തോട്ട് വെള്ളം നിറയ്ക്കും. അങ്ങനെ കുറച്ച് വെള്ളം നിറച്ചതിനകത്തോട്ട് നമ്മൾ ആദ്യം റെഡ് തിലാപ്പിയ ഇടുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് മറ്റേ തിലാപ്പികളെ ഇടാം. ഇതടുത്ത സെറ്റ് തിലാപ്പികളാണ്. അതിനെയും കൂടെ ഇറക്കിയിടാം. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അയ്യോ പോയി.
അങ്ങോട്ടേക്ക്. ഈ തിലാപ്പികളുടെ വളർച്ചയ്ക്ക്, തിലാപ്പികൾ എന്നല്ല ഏത് മീനിൻ്റെ വളർച്ചയ്ക്ക് വെള്ളത്തിൻ്റെ നല്ല കണ്ടീഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം വെള്ളം അഴുക്കായതുകൊണ്ട് വളർച്ച ഒരു ഇച്ചിരി മുരടിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം മാറ്റാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ മീനുകളെല്ലാം ഇതിനകത്ത് വിട്ടിട്ടുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ഇതിനകത്ത് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനി അടുത്ത വീഡിയോ കാണാം.